ഒരു കേസാണ് മക്കളെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ പാഠത്തിൽ പറയാനുള്ളത്. ഏകദേശം ഇത്ര കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നാൽ തന്നെ ഇതിലെല്ലാ ചോദ്യങ്ങളും പരീക്ഷയ്ക്ക് എഴുതാം. ഞാൻ പറഞ്ഞത് ഇത് വലിയൊരു പാഠഭാഗമാണ്, ഫുൾ ആയിട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ കുരുവിയുടെ കരച്ചിൽ എന്നുള്ളൊരു ഭാഗം മാത്രം നിങ്ങൾ നോക്കിയിരുന്നാൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത്ര കാര്യങ്ങൾ കിട്ടിയോ? കാര്യം കത്തിയോ? എന്താണ്? കുരുവികൾ അടിണ്ടാക്കുന്നു, കുരുവികൾ അടിണ്ടാക്കുന്നു. അപ്പൊ കുഞ്ഞിപ്പാത്തുമ്മ വന്ന് കണ്ട് അവരെ ഓടിപ്പിക്കുന്നു. പക്ഷെ അവർ ഓടിപ്പോകുന്നുണ്ടോ? ഓടിപ്പോകുന്നില്ല. അങ്ങനെ ഓടിപ്പോവാതിരിക്കുമ്പോ വീണ്ടും അവരെ ആട്ടി വിടാൻ ശ്രമിക്കാണ്. പക്ഷെ അവർ വീണ്ടും വീണ്ടും അടിണ്ടാക്കി കൊണ്ടിരിക്കുക. അങ്ങനെ പോയി അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഇതിന്റെ പാഠഭാഗം തരാം, മെറ്റീരിയൽ തരാം. നിങ്ങൾ അതൊന്ന് വായിച്ചു നോക്കുക. ഈ പറഞ്ഞ കാര്യം, ഞാൻ ഈ പറഞ്ഞ കാര്യം തന്നെ അതിലുണ്ടാവുള്ളൂ. പക്ഷെ ചില സാന്ദർഭികമായിട്ടുള്ള കാര്യങ്ങൾ, ചില അനുഭവങ്ങൾ, ചില ഭാഗങ്ങളൊക്കെ നമ്മളൊന്ന് വായിക്കാം. ഞാനിപ്പോൾ ഇത് ഫുള്ളായിട്ട് വായിച്ചത് ബോറായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് വായിക്കാം, മലയാളത്തിലല്ലേ, വായിക്കാം, നോ പ്രോബ്ലം. അത് വായിച്ചു നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം എഴുതാൻ വളരെ സുഖമായിരിക്കും. നമുക്ക് വളരെ ഇഷ്ടപ്പെട്ടു, ആളെ നല്ലൊരു ക്യാരക്ടറാണ്, അടിപൊളിയാണ്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് വലിച്ചു കയറ്റിയപ്പോൾ, അപ്പോ എന്റെ ഉപ്പുപ്പാക്ക് ഒരു ആന ഉണ്ടായിരുന്ന വലിയൊരു കഥയാണ്. അതിന്റെ ചെറിയൊരു ഭാഗമാണ് ഞാനിവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഒരു കുരുവിയുടെ കരച്ചിൽ. ഓക്കെ, ആ ടൈമിലാണ് നമ്മുടെ നായകൻ അവിടെ വരുന്നത്. ആരാണ് നായകൻ? സോ നായകൻ എന്ന് പറയുന്നത് കുഞ്ഞിപ്പാത്തുമ്മ കണ്ടപ്പോ ഒരു ചെറുപ്പക്കാരനാണ്, സുന്ദരനും സുമുഖനുമായിട്ടുള്ള ചെറുപ്പക്കാരനാണ് അവിടെ നായകനായിട്ട് വരുന്നത്. അവനിങ്ങനെ നോക്കിയിട്ട് കുഞ്ഞിപ്പാത്തുമ്മയോട് ഇങ്ങനെ സംസാരിക്കുക. അപ്പൊ കുഞ്ഞിപ്പാത്തുമ്മക്ക് ഫസ്റ്റ് ഒരു ഇന്റർവേർട്ട് ഒക്കെ ഉണ്ട് കേട്ടോ. എന്താ ഇങ്ങനെ ചമ്മലൊക്കെ ഉണ്ട്, ഇതിപ്പോ എങ്ങനെ മോശമല്ലേ എങ്ങനെ സംസാരിക്കണത്, അയ്യോ ആരെങ്കിലും കണ്ട എന്ത് തോന്നുന്നൊക്കെ ഭയങ്കര കൺസേൺ ഒക്കെ ഉണ്ട്. കയറ്റിയപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, തിന്മയുടെ അല്ലെങ്കിൽ അഴുക്ക് ചാലിൽ നിന്നും ആ ഒരു കാര്യങ്ങൾ ഞാൻ അവിടെ തരുന്ന കുറെ സൂചനകളാ. ഇതൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം. എന്തിനാ ഈ കഥ പറഞ്ഞു തന്നെ? എന്തുകൊണ്ട് വൈക്കം മുഹമ്മദ് ബഷീർ ഇങ്ങനെ ഒരു കഥ എഴുതി? ഇത് എന്തോ ഒരു ഉദ്ദേശം ഉണ്ടല്ലോ. അത് പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ ഈ വലിച്ചു കയറ്റിയ കാര്യം നോക്കിക്കോളൂ. ഇത് നിങ്ങളുടെ മൈൻഡിൽ കിട്ടിയ ഇനി നമുക്ക് ചോദ്യങ്ങൾ എങ്ങനെ പരീക്ഷയ്ക്ക് വരുന്നത് നോക്കാം. ഓക്കെ.